ഹലോ, ഇന്നിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളിനെ കുറിച്ചിട്ടാണ്. ഈ കാണുന്നതാണ് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ. ഇത് ഫോട്ടോഷോപ്പിൻ്റെ പുതിയ വേർഷൻസിൽ വന്നേക്കുന്ന അപ്ഡേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൂൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് പുതിയ അപ്ഡേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതെടുക്കാം, നമുക്ക് തന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ടൂൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഒബ്ജക്റ്റിന്, ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഫോട്ടോഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഒബ്ജക്റ്റിനാണ് സെലക്ട് ചെയ്യണം, ചുമ്മാ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിനുശേഷം കൈ എടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെലക്ഷനായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അല്പം അതിൻ്റെ ഒരു ടൈം എടുക്കും നമ്മുടെ ഒബ്ജക്റ്റിനനുസരിച്ച്. ഇത് കണ്ടോ, അപ്പം സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന അതിൻ്റെ തന്നെ രണ്ടാമത്തെ ടൂളായ ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. ഇപ്പോൾ ഒന്നിലധികം ടൂളുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ടൂൾ, ഇത് ക്വിക്ക് സെലക്ഷൻ ടൂൾ. നമ്മൾ ഇതുണ്ടോ, ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ എഡ്ജ് ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ഷൻ വരുന്നതാണ്. ഇതുണ്ടോ, ഇത്ര ഉള്ളതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് സെലക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീസെലക്ട് ചെയ്യുന്നു. അടുത്ത ടൂൾ നോക്കാം. അതിൻ്റെ അത് ലാസ്റ്റ് വൺ മാജിക് വാൻഡ് ടൂൾ. പേര് പോലെ തന്നെയാണ്, ഒരു മാജിക് വാൻഡ് ടൂൾ തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഒരേ കളറുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ വരും. ഇതുണ്ടോ, ഒരേ കളറുള്ള ഏരിയ ഇതാണ്. അപ്പോൾ ഈ 3 ടൂളും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.